മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ഥിരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത സെഗ്മെന്റ് സൗഹൃദം. ഇന്നത്തെ സൗഹൃദത്തിന് ഒരു വ്യത്യാസമുണ്ട്. അമ്മയെ ബെസ്റ്റ് ഫ്രണ്ട് കണക്കാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നമുക്കുണ്ട്. നിങ്ങൾ ചിലപ്പോൾ യു ഹാവ് ഗെസ്ഡ് ഇറ്റ് റൈറ്റ്. ജെന്നി ആൻഡ് ഹർ മദർ. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറെ പലർക്കും അമ്മ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു സൗഹൃദം, അമ്മയായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? അമ്മ എന്ന് പറയുന്നത് പൊതുവെ അധികാരബന്ധം ഇല്ല. അമ്മ മകൾ എന്നുള്ള ഒരു അധികാരബന്ധം ഞങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിനകത്ത്. പിന്നെന്ന് പറയുന്നത് അമ്മ എല്ലാ കാലത്തും എൻ്റെ ഫ്രണ്ടൊന്നും ആയിരുന്നില്ല. ഞാൻ വളരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഒരു ടീനേജ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ സുലു, ഞാൻ അമ്മ എന്നല്ല വിളിക്കുന്നത്, സുലു എന്നാണ് വിളിക്കുന്നത്. സുലു എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, എൻ്റെ ലെവലിൽ വെച്ച് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഞാൻ വളരുമായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വളർന്നിട്ടില്ല. അപ്പം ഈ സമയത്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ സുലു ആണ്. സുലു എന്താണ് മകൾ, ഫ്രണ്ട് എന്താണ്? ജെന്നിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നറിയുമ്പോൾ എനിക്കുള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ പലപ്പോഴും ഒരു ഫ്രണ്ടിനോടെന്ന പോലെ ഒരു സൗഹൃദത്തിലായിരുന്നു ജെന്നിയോട് വളരെ ചെറുപ്പം മുതൽ പെരുമാറിയത്. എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞു പ്രായത്തിൽ പോലും സാധാരണ അമ്മമാരെ പോലെ പെരുമാറാതിരിക്കാൻ ആദ്യമൊക്കെ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ യാന്ത്രികമായി തന്നെ അങ്ങനെയുള്ള ആ ഒരു ശ്രമം പിന്നീട് അങ്ങനെ തന്നെ ആയി മാറുക ചെയ്തത്. ജെന്നി ഒരിക്കലും എന്നെ അമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനൊരു വിളി ആഗ്രഹിച്ചിട്ടുമില്ല. ഇതുവരെ എനിക്ക് ജെന്നിയുടെ ഭാഗത്തു നിന്ന് എന്നെ അമ്മേ എന്നൊന്ന് വിളിക്കണം. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ പരിചയക്കാരും ഒക്കെ ചോദിക്കലുണ്ട്, അമ്മേ എന്നുള്ളൊരു വിളി കേൾക്കാൻ ആഗ്രഹമില്ലേന്ന്. ജെന്നി സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എങ്ങനെയോ സുലു എന്ന് വിളിച്ചിരുന്നു. ഇപ്പോഴും സുലു എന്ന് തന്നെ വിളിക്കുന്നു. അതുപോലെ ജെന്നിയെ ഞാനൊരിക്കലും ഈ ഓമനപ്പേരിട്ട് വിളിച്ചിട്ടില്ല. എപ്പോഴും എനിക്ക് ജെന്നി തന്നെയാണ്. വളരെ അപൂർവം ചില സമയങ്ങളിൽ ഓമനയോടുകൂടി ജെന്നിക്കുട്ടി എന്ന് വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ ജെന്നി ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഓമന ആ ഒരു രീതിയിൽ ഫീൽ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്താകണം എന്ന് ഞാനായി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ജെന്നിക്ക് സുലു ആണ് ബെസ്റ്റ്, അല്ലെങ്കിൽ മാഡമാണ് ബെസ്റ്റ് ഫ്രണ്ട്. താങ്കളുടെയും ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഫ്രണ്ട്സ് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് ഒരു വിവാഹം കഴിയുന്നതോടുകൂടി പഴയ ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകുന്നുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചും. എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ എൻ്റേതൊരു വ്യവസ്ഥാപിത വിവാഹമായിരുന്നില്ല, അല്ലെങ്കിൽ വ്യവസ്ഥാപിത രീതിയിൽ കല്യാണം കഴിച്ച ഒരാളുമല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഒരു ഭർത്താവിൻ്റെ കുടുംബം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമൂഹം, അവരുടെ സാഹചര്യം, അതുമായിട്ട് ഇടപഴകി ജീവിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നഷ്ടമായി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും എനിക്ക് ജോലി കിട്ടിയ കാലത്തും ഒക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെ നഷ്ടമാവുകയും, പക്ഷേ പുതിയ ഫ്രണ്ട്സ് ജെന്നി പറഞ്ഞതുപോലെ ഞാൻ വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് വളരാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ വേളകളിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോവുകയും അല്ലെങ്കിൽ അവർ മറ്റ് മേഖലകളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ വളരെ തുറന്ന് എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് വേണ്ട പലപ്പോഴും എന്നെ സുലു ഒരു അമ്മയായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കരുത്, ചില സോഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മടിച്ച്, എനിക്കൊരു ജോലിയുണ്ട്, പിന്നെ വീട്ടിലെ ബാധ്യത, അല്ലെങ്കിൽ പോകാൻ മടിച്ച് നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു, സുലു ഒരു അമ്മയാവരുത്, സുലു ഒരു വീട്ടമ്മയാവരുത് എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഉന്തി തള്ളിവിടുന്നത്, ഞാനൊന്ന് പിന്നോട്ട് പോകുമ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെന്നിയാണ്. അതുകൊണ്ട് തന്നെ ജെന്നി എൻ്റെ ഒരു വളരെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ചെറുതായിരിക്കുമ്പം എല്ലാ അമ്മമാരും ചെയ്യുന്ന പോലെ മുടി ചീകി കെട്ടിത്തരിക, പൊട്ട് കുട്ടി അങ്ങനെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിലുണ്ടാവുക, അങ്ങനെയുള്ള യാതൊരു സംഗതി. ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം തന്നെ ആയാലും ചില അമ്മമാരുണ്ട്, മക്കളെയും കൊണ്ട് വന്നാലും അവരെ എങ്ങനെ മുടി ചീക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കണം. സുലു എന്ന് പറഞ്ഞാൽ എന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരണമെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാന്നുള്ള. നർമ്മദ ആന്തോളന് പോയ കുട്ടിയല്ലേ ജെന്നി? ഓർമ്മയുണ്ടോ? അമ്മയുടെ മടിയിൽ നിന്നല്ലേ പോയത്?
മടിയിലല്ല അത്ര അല്ലേ? ചെറുതായിരുന്നില്ല. പക്ഷെ അതിലിപ്പോലും പിന്നെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നർമ്മദാ ആന്തോളന് പോകുമ്പം ഒരു കർണാടക സ്റ്റേറ്റ് കഴിയുമ്പം ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ധാരാളമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്. ഓരോ പ്രദേശത്തു നിന്നും 40-50 ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ അവർ ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ അങ്ങനെയൊന്നും വരുന്നവരല്ല, ഈ ഒരു ഇതിനോട് ചേർന്നിട്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ കൂടെയുള്ള പലരും ജെന്നിയെ അവർക്ക് കൈമാറും, അവരുടെ കൂട്ടത്തിൽ വിടുകയൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പറയലുണ്ട്, പിന്നെ ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ അവരുടെ കൂടെ അത്രയും മിങ്കിൾ ചെയ്യാൻ വിടരുത് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അവരെയും എന്നെപ്പോലെ ഒരാളായിട്ട് കാണാൻ കഴിഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ജെന്നി അവരുടെ കുട്ടിയെപ്പോലെയാണ് ജെന്നിയുടെ കുട്ടിയെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും പലപ്പോഴും അവരുടെ കൂട്ടത്തിൽ വിടുകയും ആ സമയത്തും വളരെ സ്വതന്ത്രമായിട്ട് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ പിന്നെ ഞാനൊരു അധ്യാപികയാണ്. കുട്ടികളെ കൂട്ടിയിട്ട് ടൂറ് പോകുമ്പോൾ സാധാരണ ടീച്ചേഴ്സ് മക്കളെ കൂട്ടിപ്പോയിട്ട് അവരെ ഇങ്ങനെ കെയർ ചെയ്ത് നിൽക്കും. ഞാനൊരിക്കലും ജെന്നിയെ കൊണ്ടുപോകുമ്പം എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ അതേ യൂണിഫോം ഇട്ട് ആണ് ജെന്നിയെ കൊണ്ടുപോവുക. ആ ഒരു ഗ്രൂപ്പിലായിട്ട് വിടും. പലപ്പോഴും UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ജെന്നി കൂടുണ്ടെങ്കിൽ എൻ്റെ കൂടുള്ളവർ പറയും, നിങ്ങളൊരു അമ്മയല്ലേ, കുറച്ചുകൂടി അവളെ ശ്രദ്ധിക്ക് കൂട്ടത്തിൽ. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ നമ്മളൊരു കോമൺ ഇൻട്രസ്റ്റ്, വായന ഉണ്ടാവുമെന്ന് എനിക്കറിയാം, വേറെ എന്തെങ്കിലും ഒരു കോമൺ ഇൻട്രസ്റ്റ് നിങ്ങൾ എപ്പോഴും സംസാരിക്കും അല്ലെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കും, അങ്ങനെ ഉണ്ടോ? എനിക്കൊന്ന് ഫെമിനിസം തന്നെയാണ് ഞങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ്. ഓക്കെ. നിങ്ങൾ വിഘടിക്കുന്ന കാര്യം എന്താണ്? ഒരുപാടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാന്ന് പറയുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ അടിപിടിയാണ്. അടിപിടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും പിന്നെ ചില കാഴ്ചപ്പാടുകൾ, വിയോജിപ്പുകൾ ഉണ്ടാവും, പൊതു പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു വീട് എന്നുള്ള നിലയിൽ ചിലപ്പോൾ ചില കുടുംബത്തിന്റെ ഐഡിയോളജി എന്നിൽ കടന്നു വരും. അപ്പോൾ ആ കടന്നു വരുമ്പോഴും ഞങ്ങൾ തമ്മിൽ വലിയ വിയോജിപ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ. ജെനി സുലുവിൽ നിന്ന് എടുത്തൊരു ബെസ്റ്റ് ക്യാരക്ടർ എന്താണ്? ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു ദി ജഡ്ജസ്. അതിന് മുന്നേ എനിക്കൊന്ന് എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള കഴിവാണ്. ഇപ്പം എനിക്ക് എല്ലാ ജീവികളോടും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പണ്ട് തന്നെ ആയാലും ഞാനൊരു പൂച്ചക്കുട്ടീനെ വീട്ടിൽ കൊണ്ടുവരുമ്പോ ആയാലും അമ്മ ഒന്നും പറഞ്ഞില്ല, പൂച്ചേൻ്റെ കൂടെ കിടന്നിറങ്ങുമ്പോ ആയാലും പൂച്ചക്കുട്ടികളുടെ കൂടെയാണ് ഞാൻ കിടന്നിറങ്ങുക. അങ്ങനത്തെ എല്ലാ ജീവികളെയും സ്നേഹിക്കാന്നുള്ളത് പല അമ്മമാരും ചെറുപ്പത്തിൽ പഠിപ്പിക്കുക എല്ലാത്തിനെയും സ്നേഹിക്കണം, എന്നിട്ട് വലുതാമ്മ പറയാൻ ഒന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു ഇത് വിലക്കിയിട്ടില്ല. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? എന്നെ സംബന്ധിച്ചിടത്തോളം ജെന്നി പലപ്പോഴും വിമർശനാത്മകമായിട്ട് കാര്യങ്ങളെ കാണാനും അതുപോലെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണുകയും ചെയ്യുന്നതിൽ അതിലെനിക്ക് വളരെ സന്തോഷവും ചിലപ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ ചില വ്യത്യസ്തതകൾ, ഇപ്പോൾ ജെന്നി ബാലവാടി പഠിക്കുന്ന സമയത്ത് ഒരു സന്ധ്യ കഴിഞ്ഞ് അപ്പോൾ വൈകുന്നേരം ബാലവാടിയിൽ നിന്ന് പിന്നെ ഇവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്, അച്ഛനെന്ന് അച്ഛനെയും വിളിക്കാറില്ല, ഇതുവരെ അച്ഛനെന്ന് വിളിച്ചിട്ടുമില്ല. അപ്പോൾ അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഒരു ഇടവഴിയിൽ കൂടി വളരെ ഇരുട്ടായതിനു ശേഷം കൊണ്ടുവരുമ്പോൾ അച്ഛനെന്താ വിളിക്കുന്നത്? കണ്ണംബ്രു. അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യൻ, അപ്പം ഞാൻ വിളിക്കുന്നത് സുബ്രു എന്നാണ്. ചെറുപ്പത്തിലൊരു പൂച്ചയെ കണ്ണംപൂച്ച എന്ന് വിളിച്ചിങ്ങനെ ഓമനിക്കുന്ന ഒരു സമയത്ത് ആ സംസാരിച്ചു തുടങ്ങുമ്പോൾ സ്നേഹം കൂടിയിട്ടായിരിക്കാം കണ്ണംബ്രു എന്ന് വിളിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ പലരും കണ്ണംബ്രു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഇടവഴി കൂടി പോകുമ്പോൾ ഇരുട്ടായതുകൊണ്ട് പാമ്പുള്ള വഴിയാണ്. അപ്പോൾ എൻ്റെ ഈ ടോർച്ചില്ല ആ വഴിയെ വന്നു പോയി. അപ്പോൾ ഞാൻ ജെന്നിക്കത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും മായാതുണ്ട്. ഞാൻ മുന്നിൽ നടന്നിട്ട് ഒരു കാലുകൊണ്ട് ഒച്ചയാക്കിയിട്ട് പോകാൻ പാമ്പില്ലാതെ എന്ന് പറഞ്ഞ് മോള് പുറകെ നടന്നു. അപ്പോൾ ജെന്നി എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ മുമ്പേ നടക്കാം. അപ്പോൾ എനിക്ക് സാധാരണ നിലയ്ക്ക് എന്തേ അങ്ങനെ പറഞ്ഞാന്ന്. അപ്പോൾ എന്നെ പാമ്പ് കടിച്ചാൽ സുലു ഉണ്ടല്ലോ എടുത്തു കൊണ്ടുപോകാൻ, സുലുവിനെ കടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരു പ്രായോഗിക ബുദ്ധി അത് ഞാൻ എപ്പോഴും മനസ്സിലോർക്കും. ഞാനിതുവരെ ജെന്നിയോടത് പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥ വളരെ നല്ല കാര്യമാണ്. എന്നും ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പറ്റും ആണല്ലോ. പക്ഷെ ഇപ്പോൾ ഇല്ല. ആ സമയത്ത് മിസ് ചെയ്യാറുണ്ടോ? ഈ ഒരു ചില സമയത്ത് ഒരു ജെന്നി ഉണ്ടായിരുന്നെങ്കിൽ വർത്തമാനം പറഞ്ഞത് ഫോണുണ്ട് എന്നാലും. ജെന്നിയെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൗമാരപ്രായത്തിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ജെന്നി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ജെന്നി ഡൽഹിയിലേക്ക് പോയത്, ഒരു +2 കഴിഞ്ഞ് ജെന്നി ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് പലപ്പോഴും എനിക്ക് അങ്ങനൊരു ഫ്രണ്ടിനെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നുന്നു. പലപ്പോഴും പല സംഘർഷങ്ങൾ വീട്ടിലുണ്ടാകുമ്പോഴായാലും എൻ്റെ ജോലി സ്ഥലത്ത് ഉണ്ടാകുമ്പോഴായാലും ഇപ്പോൾ ചില
പൊതു പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ള സംഘർഷം വരുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സുബ്രഹ്മണ്യൻ ഈ പൊതുപ്രവർത്തകനാണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ടാവും. എത്ര ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ആ അധികാര ബന്ധം ഏതൊക്കെയോ സ്ഥലത്ത് അറിയാതെ വന്നു പോകും. അതുപോലെ തന്നെ എന്നിൽ ആ ഒരു വിധേയത്വ ബോധം ഏതൊക്കെയോ തരത്തിൽ അതിനെ എത്ര മറികടന്നാലും ഒരു കേരളത്തിൽ വളർന്നു വന്ന ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള നിലയിൽ അത് വന്നു പോകും. അതുകൊണ്ട് തന്നെ അതൊരു സംഘർഷം ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം ജെന്നിയോട് വളരെ തുറന്ന് ചോദിക്കാം, അതിൽ ഈ നിലപാട് ശരിയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ തീരുമാനം എടുക്കേണ്ടതെന്ന്. അപ്പോൾ ചിലപ്പോൾ ജെന്നിയുടെ നിലപാടല്ലായിരിക്കും എൻ്റെതെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ജെന്നി നഷ്ടപ്പെട്ടത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു ജെന്നിക്ക് പുതിയ സൗഹൃദങ്ങൾ കൂടുതലുണ്ടായതുകൊണ്ടായിരിക്കാം ആ സൗഹൃദം, പുതിയൊരു സൗഹൃദം ഉണ്ടാകുമ്പോഴെപ്പോഴും പഴയ സൗഹൃദം നഷ്ടപ്പെടും. ആ രീതിയിൽ ജെന്നിയുമായിട്ടുള്ള സൗഹൃദത്തിന് ചില വിടവുകൾ വരുന്നുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജെന്നിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലല്ലോ, രൂപം മാറുന്നുണ്ട് സൗഹൃദത്തിൻ്റെ. ബിനോയ് സർ, എനിക്ക് സുലുവിനോടും ജെന്നിയോടും ഒരാളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയാനുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് ഒരു പൊളിറ്റിക്കൽ കുടുംബം അങ്ങനെ ഇരിക്കുന്നു. രാഷ്ട്രീയത്തിലുള്ള ഒരു അച്ഛനും അല്ല അമ്മ, രാഷ്ട്രീയ ബോധമുള്ളൊരു അമ്മ, രാഷ്ട്രീയ ബോധമുള്ള മക്കൾ, അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും? അവർ മനുഷ്യരെ പോലെ അല്ലേ? അവിടെ തർക്കങ്ങളുണ്ടാകും, ചർച്ചകളുണ്ടാകും, വിയോജിപ്പുകളുണ്ടാകും. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലും ഒരു അച്ഛൻ, അമ്മ, മക്കൾ അത് തമ്മിലുള്ള ഭയങ്കര ഒരു എല്ലായിടത്തും ഉണ്ടത്. പക്ഷെ രാഷ്ട്രീയ കുടുംബത്തിനെ പറ്റിയുള്ള സമൂഹത്തിൻ്റെ പല വികലമായ ധാരണയ്ക്കുള്ള മറുപടിയാണ് ഈ ഇരിക്കുന്ന രണ്ട് ഫ്രണ്ട്സ് എന്നാണ് എൻ്റെ ഉത്തരം. എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ കുടുംബത്തിൽ അത് ഇല്ലാതാവുന്നത് രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തേക്ക് പലപ്പോഴും പുരുഷന്മാർ പോവുകയും അത് വീട്ടിൽ ഷെയർ ചെയ്യാതിരിക്കും. പോയി കഴിഞ്ഞാൽ കുറച്ച് വൈകിയാൽ ഇന്ന സ്ഥലത്ത് പോയി എന്ന് പറയില്ല, ഞാനൊരു മീറ്റിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് വൈകി വരുന്നു, അതെന്തിനു പോയി എന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല. അതുപോലെ ഒരിക്കലും ഈ രാഷ്ട്രീയക്കാർ മക്കളെ ആ രീതിയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ വളരെ കുറച്ച് പേരെ അതിന് താല്പര്യം കാണിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ പോലും വളരെ, അതിനേക്കാൾ എനിക്ക് തോന്നുന്നു വലതുപക്ഷ പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരുടെ മക്കളൊക്കെ വീണ്ടും രാഷ്ട്രീയത്തിൽ തന്നെയുള്ളപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വളരെ കുറച്ചാണ് വരുന്നത്. അത് ഈ ഒരു കുടുംബം വേറെയും രാഷ്ട്രീയം വേറെയായി കാണുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് എനിക്ക് എൻ്റെ ഒരു സംശയം. കുടുംബവും രാഷ്ട്രീയവും വേറെ വേറെ അല്ല. പക്ഷെ എൻ്റെ അഭിപ്രായവും അവിടെ എൻ്റെ അനുഭവം, എൻ്റെ മക്കൾക്ക് രാഷ്ട്രീയ ബോധം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എൻ്റെ മക്കൾ ഞാൻ ചെയ്തതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരാകണം എന്നെനിക്ക് വാശിയില്ല. രാഷ്ട്രീയ പ്രവർത്തകരാകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെ. എൻ്റെ മക്കളായതുകൊണ്ട് അവർ രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ലെന്നാണ്. ഓക്കെ, മീര മാഡം. ഈ അമ്മയും മകളെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവരെ അമ്മയും മകളെന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഒരു സുലുവും ജെന്നിയുമാണ്, രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. രണ്ട് ഇൻഡിവിജ്വൽസ് വിത്ത് ഹെറിഡിറ്ററി ട്രെയ്റ്റ് ഓഫ് ഫെമിനിസം അല്ലേ, അങ്ങനെ വേണം വാദാക്കാൻ. പുതിയ കാലത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് കുടുംബത്തിനകത്തെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഇക്കാലത്ത് ഒരു സാമൂഹിക അവബോധമുള്ള, അവനവനെക്കുറിച്ച് ബോധമുള്ള, സെൽഫ് റെസ്പെക്റ്റുള്ള ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് ജനാധിപത്യപരമായ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന കുടുംബം. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തത് പ്രതീക്ഷിക്കാൻ പറ്റൂ. അത് സാധ്യമാകുന്ന ഒരു ബന്ധം എന്ന നിലയിൽ ഈ ഒരു സൗഹൃദം പുതിയ കാല കേരളത്തിന് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം. എൻ്റെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്ന ഒരുപാട് പെൺമക്കൾ നാട്ടിലുണ്ട്. പക്ഷേ അവരിൽ നിന്ന് തന്നെ ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ജെന്നിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ, ഒരു ജീവിത തിരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ അതുപോലും അമ്മയോട് ഷെയർ ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് നിങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വളരെ നല്ല ഒരു പ്രവണതയായി, അതൊരു മോഡലായി നമ്മുടെ സമൂഹത്തിന് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. അത് നിങ്ങളെ മുന്നിൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഏതോ ഒരു ലോകത്താണ് ശരിക്കും. ജെന്നിയും സുലുവും പിന്നെ കണ്ണമ്പ്രൂവും എന്നെല്ലാം പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുമോ നമ്മളീ കേൾക്കുന്നത് കാണുന്നൊക്കെ? അല്ല, ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് രണ്ടുപേരും. ഞാൻ ജെന്നിയോടൊന്ന് ചോദിച്ചോട്ടെ, ജെന്നിയോട് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്നാലും എന്തുകൊണ്ടാണ് കണ്ണമ്പ്രൂവിനേക്കാൾ സുലുവിനെ ബെസ്റ്റ് ഫ്രണ്ടാക്കിയത്? കണ്ണമ്പ്രവും ഞാനും തമ്മിൽ അങ്ങനെ എല്ലാ കാര്യവും ഷെയർ ചെയ്യാറില്ല. ഞാൻ സുലുവിനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവിടെ അധികാര ബന്ധമുണ്ട്, അച്ഛൻ മകൾ എന്നുള്ള അധികാര ബന്ധമുണ്ട് പല സ്ഥലത്തും. പലപ്പോഴും ഒരു കളിക്കൂട്ടുകാരനെ പോലെ അച്ഛനെ എടുക്കാമെങ്കിലും എന്താ ഒരു സുഹൃത്ത്, ആത്മസുഹൃത്ത് എന്ന് പറയുന്ന പോലെ അച്ഛനെ
എടുക്കാൻ പറ്റില്ല. സാധാരണ പെൺകുട്ടികളാണ് അച്ഛന് സപ്പോർട്ട് ആവുക. ഞാൻ വിചാരിക്കാം അങ്ങനെ അതുകൊണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പൊ പെൺകുട്ടികളെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ച ചില ധാരണകളാണ്. അതുപോലെ മക്കളെ ഇപ്പോൾ സാധാരണ കേരളത്തിലെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛനും അമ്മയും കുട്ടികളെ ഇങ്ങനെ എല്ലാ കാര്യവും അവരുടെ ചെയ്തു കൊടുത്ത് അവരെ ഇങ്ങനെ സംരക്ഷിച്ച് വല്ലാതെ ഫീൽ ചെയ്തു പോകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കണം, സ്വന്തമായിട്ട് തന്നെ വളരണം, അവർക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുക്കണം. എനിക്ക് ഈ ഒരു മീഡിയയിലൂടെ പിന്നെ സമൂഹത്തോട് പറയാനുള്ളതും അതാണ്. അതേസമയം ചില തെറ്റുകൾ ഉണ്ടാവുമ്പോൾ അത് തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കുക. അതുപോലെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ആ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നേരിടുക. ആ തെറ്റിനെ അവർ ശരിയായി കണ്ടതുകൊണ്ടാണ് എന്ന് വിചാരിച്ച് അവർ നേരിട്ടുകൊള്ളട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് കുട്ടികളെ ഇത്രയും സംരക്ഷിച്ച് വളർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വ്യവസ്ഥാപിത സമൂഹം ഫ്രണ്ട്ഷിപ്പ് നൽകുന്ന എല്ലാ ധാരണകളിലെയും മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാട് സൗഹൃദത്തെക്കുറിച്ച് ഈ പരിപാടിയിൽ കൊണ്ടുവന്നത് ഈ സെഗ്മെന്റിൽ ഒരു വ്യത്യസ്തമായിട്ട് വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മാർക്കിടാം. പത്താണ്.